ആരോഗ്യവകുപ്പിനും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അധികൃതർക്കുമെതിരെ ഗുരുതര ആരോപണവുമായി യൂറോളജി വകുപ്പ് മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ. ചികിത്സാ ഉപകരണങ്ങളുടെ കുറവ് ശസ്ത്രക്രിയയെ അടക്കം ബാധിക്കുന്നു എന്ന വൈകാരികമായ കുറിപ്പാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. വകുപ്പ് മേധാവിയുടെ ആരോപണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് DMEയും ആരോഗ്യമന്ത്രി വീണ ജോർജും തള്ളി. എന്നാൽ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ എല്ലാ വിഭാഗം ഡോക്ടർമാരും നേരിടുന്ന പ്രശ്നമായാണ് ഉപകരണങ്ങളുടെ ലഭ്യതക്കുറവിനെക്കുറിച്ച് യൂറോളജി വിഭാഗം മേധാവിയുടെ പരസ്യ പോസ്റ്റ്. ഉപകരണങ്ങൾ ലഭ്യമാകാതെ വന്നതോടെ ശസ്ത്രക്രിയകൾ മാറ്റിയെന്ന വരികളോടെ തുടങ്ങുന്ന കുറിപ്പിൽ ഓഫീസുകൾ കയറിയിറങ്ങി ഉദ്യോഗസ്ഥരോടും രാഷ്ട്രീയ നേതാക്കളോടും കാര്യങ്ങൾ വിശദീകരിച്ച് മടുത്തു എന്നും പരാമർശിക്കുന്നു. ജോലി രാജിവയ്ക്കുന്ന കാര്യം ചിന്തിക്കുന്നു എന്ന വരികളോടെയാണ് പോസ്റ്റ് അവസാനിക്കുന്നത്. ഡോക്ടർ ഹാരിസിന്റെ പോസ്റ്റ് ചർച്ചയായതോടെ ആരോപണം നിഷേധിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് DMEയുടെ പ്രതികരണമെത്തി. പോസ്റ്റ് നിർഭാഗ്യകരമെന്നും അതിൽ പറയുന്ന കാര്യങ്ങൾ തെറ്റാണെന്നും വൈകാരികമാണെന്നുമായിരുന്നു DMEയുടെ പ്രതികരണം. ഒരു ശസ്ത്രക്രിയ മാത്രമാണ് മാറ്റിവെച്ചതെന്നും ഇതിന് കാരണം ഉപകരണം കേടായതാണെന്നും ഡോക്ടർ വിശ്വനാഥൻ പറഞ്ഞു. അല്ല, നമ്മളത് വില കൂടിയ സാധനമായതുകൊണ്ട് വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യാറില്ല. ആവശ്യമനുസരിച്ച് HOD തരുന്ന റിക്വസ്റ്റ് അനുസരിച്ചാണ് വാങ്ങിക്കുന്നത്. HODമാർ അവർ കൃത്യമായിട്ട് എത്ര വേണമെന്നുള്ള തരും, അതനുസരിച്ച് പർച്ചേസ് ചെയ്യും. 3 കഴിഞ്ഞിട്ട് 4ാമത്തെ കേസ് തുടങ്ങുമ്പോഴാണ് ഇങ്ങനെ ഇതിനൊരു പ്രശ്നം കണ്ടതും അതുകൊണ്ട് അത് മാറ്റിവെച്ചുകൊണ്ട് ഒരു പ്രശ്നവും അങ്ങനെ ഒരു ക്രിട്ടിക്കൽ സർജറി അല്ല അത് അടുത്തൊരു ഒരാഴ്ച മാറ്റിവെച്ച് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഇതോടെ പോസ്റ്റ് പിൻവലിക്കുന്നുവെന്ന് ഡോക്ടർ ഹാരിസ് ഫേസ്ബുക്കിൽ കുറിച്ചു. പരിമിതികൾക്ക് നടുവിലാണ് താൻ. ഇത്രയും നാൾ വ്യക്തിപരമായ ആവശ്യത്തിന് ആരുടെയും മുന്നിൽ നട്ടെല്ല് വളയ്ക്കാത്ത താൻ വകുപ്പ് മേധാവിയായ ശേഷം ഒരുപാട് പേരെ സർ എന്ന് വിളിച്ചു. ഒരുപാട് മേശകൾക്ക് മുന്നിൽ ഓച്ചാനിച്ചു നിന്നു. ഒന്നും നടന്നില്ല എന്നും ജോലി ചെയ്യുന്ന സ്ഥലത്തോട് നീതി പുലർത്താൻ സാധിച്ചില്ലെങ്കിൽ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യമെന്നും ഡോക്ടർ ഹാരിസ് ഫേസ്ബുക്കിൽ കുറിച്ചു. ഇതോടെ ആത്മഹത്യ ചെയ്യുമോ എന്ന് ആശങ്കപ്പെട്ട് സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ഡോക്ടറെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. ഇതോടെ സഹപ്രവർത്തകർ പോലീസിനെ ബന്ധപ്പെട്ടു. പോലീസ് എത്തി ഡോക്ടർ ഹാരിസുമായി ഏറെ നേരം സംസാരിച്ചു. ഇതിനുശേഷം ഡോക്ടർ ഹാരിസ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചു. ഫേസ്ബുക്കിലെ പോസ്റ്റിൽ ഉന്നയിച്ച ആരോപണങ്ങളിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി ഉറച്ചുനിന്നു. അത് ഇത് ഞാൻ ഇവിടെ ഡിപ്പാർട്ട്മെന്റ് മേധാവി ആയ കാലം മുതലേ ഞാൻ ഗവൺമെന്റിനെയും പല പ്രാവശ്യം സൂചിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അതെല്ലാം. ഇവരൊക്കെ ഇതൊക്കെ തന്നെയാണ് എപ്പോഴും ഇതിനകത്ത് ഈ വൈറ്റ് വാഷ് ചെയ്യുന്നത്. ഇങ്ങനത്തെ വൈറ്റ് വാഷിങ്ങിലാണ് ഈ പരിപാടികളെല്ലാം മുടങ്ങുന്നത്. പിൻവലിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ ഇത് ഇത്രയും വലിയൊരു ഇമ്പാക്റ്റ് വരും എന്നുള്ളത് ഞാൻ വിചാരിച്ചില്ല. ഇത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുക, എന്റെ സുഹൃത്തുക്കളെയൊക്കെ അറിയിക്കുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. DME ഫോണിൽ വിളിച്ച് സംസാരിച്ചതിനെ തുടർന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്തത്. ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരമുണ്ടാകുമെന്ന് DME ഉറപ്പു നൽകിയെന്നും ഡോക്ടർ ഹാരിസ് പറഞ്ഞു. ആരോഗ്യമന്ത്രിയുടെ ഉൾപ്പെടെ ശ്രദ്ധയിൽപ്പെടുത്തിയ വിഷയത്തിൽ പരിഹാരമില്ലാതെ വന്നതോടെയാണ് എല്ലാം തുറന്നെഴുതിയതെന്നും വകുപ്പ് മേധാവി പറഞ്ഞു. അതേസമയം വകുപ്പിനെ നാണം കെടുത്തുന്ന രീതിയിൽ പോസ്റ്റിട്ട ഹാരിസിനെതിരെ നടപടി ഉണ്ടാകുമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. എത്ര ഷെഡ്യൂൾ ചെയ്തു, എത്ര സർജറി ഷെഡ്യൂൾ ചെയ്തു, എത്ര എണ്ണം നടന്നു, കഴിഞ്ഞ മാസം എത്ര നടന്നു, അതിന് മുമ്പത്തെ മാസം എത്ര നടന്നു, ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ, എന്തുകൊണ്ട് DME മിനിസ്റ്റർക്ക് ACSന് റിപ്പോർട്ട് ചെയ്തില്ല, അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉണ്ടല്ലോ, അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്തില്ല എന്ന് നോക്കിയപ്പോൾ അപ്പോഴാണ് DME ഡേറ്റകൾ അയച്ചു തന്നിട്ടുള്ളത്. പക്ഷേ എവിടെയെങ്കിലും ലാപ്സ് ഉണ്ടോ എന്നുള്ളത് നോക്കാമല്ലോ, അത് നമുക്ക് നോക്കാം. അത് പരിശോധിച്ച് എന്താണ് സംഭവിച്ചതെന്നുള്ളത് കൂടി നോക്കാം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.